ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഉണ്ട്. ഒരു ഷോപ്പിംഗ് വീഡിയോ. ഷോപ്പിംഗ് എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ എന്താ ഷോപ്പ് ചെയ്താൽ പോയെന്ന് കണ്ടോ? നമ്മുടെ അക്വേറിയത്തിൽ കുറേ ഫിഷിനെ കളക്ട് ചെയ്യാൻ പോയതാണ്. ഒരുപാട് ഫിഷ് ഉണ്ടായിരുന്നു, ഒരുപാട് വെറൈറ്റി ഫിഷ്. പക്ഷേ നമുക്ക് കുറച്ച് നാൾ അധികം കിടക്കുന്ന സംഭവം വേണം. എന്താണെന്ന് വെച്ചാൽ ഇതിൽ പകുതി നമ്മളുടെ വീട്ടിൽ കൊണ്ടിട്ടിട്ട് അങ്ങോട്ട് നിൽക്കുന്നില്ല. എന്താ ശ്രദ്ധിക്കും, വെള്ളം മാറും, എല്ലാം ഓക്കെയാണ്. പക്ഷേ എന്താ അധികം നാൾ നിൽക്കത്തില്ല. അപ്പോൾ കുറച്ച് കിടക്കുന്ന ഫിഷ് വേണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ ടൈപ്പും ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു അവിടെ. നമ്മളിപ്പോൾ 2-3 അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട് വീട്ടിൽ തന്നെ. മെയിൻ ഒരു വലുത്, പുറത്ത് 2 പിന്നെ അകത്ത് ചെറിയ ചെറിയ ബോളുകൾ, പിന്നെ വലുതൊരെണ്ണം അല്ലാതെ ഉണ്ട്. അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ അകത്തെ അക്വേറിയത്തിലിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. ഏട്ടൻ ഇതിൻ്റെ ഓരോന്നിൻ്റെ പേര് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ കണ്ടാൽ അറിയത്തൊന്നുമില്ല. പിന്നെ അവിടെ പെറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞ് 2 പട്ടിക്കുട്ടൻ, അടിപൊളിയായിരുന്നു കാണാൻ. ബ്രഹ്മക്കുട്ടനെങ്ങാനും ഇത് കണ്ടാൽ ഇതിനെ വാങ്ങാൻ വഴക്ക് പിടിക്കും. അതുപോലെ കാണാൻ ക്യൂട്ടാണ്, പക്ഷെ നമുക്കത് വാങ്ങാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ കുറേ അധികം നേരം നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ ഞാൻ നോക്കിയെടുക്കുമായിരുന്നു. എനിക്ക് ഗോൾഡൻ ഫിഷിനെ എനിക്ക് അക്വേറിയത്തിൽ കാണാനിഷ്ടം. എത്ര ഫിഷിനെ കണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അക്വേറിയത്തിൽ കാണാനിഷ്ടം ഗോൾഡൻ ഫിഷിനെയാണ്. അപ്പം ഞാൻ അതിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഏട്ടൻ മറ്റേ ഷാർക്ക് പോലത്തെ എന്താ ഏഞ്ചല്, ഷാർക്ക്, അങ്ങനെ ഏതാണ്ടൊക്കെയാണ് നോക്കുന്നത്. പിന്നെ ഞാൻ ഇവരെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കിത് ഇഷ്ടമാണ്, കാണാനും ഇഷ്ടമാണ്, കുറച്ച് കിടക്കുകയും ചെയ്യും. പിന്നെ കുറേ ചെറിയ എന്തൊക്കെയോ ഫിഷിനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് മോളി എന്താ അങ്ങനെ എന്തൊക്കെയോ പേര് പറയുന്നത് കേട്ടോ, എനിക്കറിയത്തില്ല. പിന്നെന്താ പറയുക, ഞാൻ പറഞ്ഞിട്ടില്ലേ, റിലാക്സ് ആകാമെന്നല്ല, ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസമാണ്. നമ്മൾ തിരക്കുള്ള സമയമൊക്കെ ഇല്ലേ, ഇതിനെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ, സോറി, തിരക്കുള്ള സമയമല്ല, ടെൻഷനുള്ള സമയം. ഇപ്പോൾ ഇതെല്ലാം ഒരുപാട് ഫിഷിനെ ഇട്ടിട്ടുള്ളതുകൊണ്ട് നമ്മുടെ മെയിൻ അക്വേറിയം എല്ലാ ആഴ്ചയിലും കഴിയേണ്ടി വരുന്നുണ്ട്. മോട്ടർ സെറ്റാണ്, പക്ഷെ എന്നാലും പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ നിന്നപ്പോൾ 2 മുയലിനെ കൂട്ടിലിട്ടിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലാക്ക് കളറും ഒരു ആഷ് കളറും. ഇതെല്ലാം ബെമ്മുക്കുട്ടൻ കാണാമെങ്കിൽ വഴക്ക് പിടിക്കുന്ന ഐറ്റംസാണ്. പക്ഷെ നമ്മൾ 2 ദിവസമൊക്കെ വീട്ടിൽ നിന്നൊക്കെ മാറി നിന്നാലേ ഇതിൻ്റെയൊക്കെ കാര്യം കുഴപ്പമാവും. അതാ പിന്നെ ഇതിനെ ഒന്നും വാങ്ങാൻ പറ്റാത്തത്. നോക്കാൻ ആളില്ലെങ്കിൽ കുഴപ്പമാവും. ഇത് മറ്റേ കാലിൽ ഇത് കണ്ടോ, ഷൂ ഇട്ട സൈസ് ഒരു പ്രാവ്. പിന്നെ ഇത് നമ്മളുടെ രാവിലെ കണ്ട പെറ്റ്, അവൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു, ഉറക്കം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അവയെ കുറച്ച് നേരം കണ്ട് അവയെ ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു തിരക്കും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ്റെ ഓഫീസിൽ അരമണിക്കൂർ എനിക്ക് ഇരിക്കേണ്ടി വന്നു. ഞങ്ങളവിടുന്ന് ഔട്ടടിച്ചില്ലായിരുന്നു. അങ്ങനെ ഔട്ടൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴെ വന്ന് ബേക്കറിയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കയറി അവിടെ ഇല്ലായിരുന്നു. പിന്നെ അവിടുന്ന് ഇങ്ങനെ വരാൻ തിരിച്ച സമയത്ത് അവിടെ ഒരു ആക്സിഡൻറ്റ് കണ്ടു. ഓടിപ്പോയി കിട്ടുന്നത്രേ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ കൂടെ കാണിക്കണ്ടേ ഞാൻ ഇന്ന് കണ്ടത് എന്താണെന്ന്. അത് ഒരു പയ്യനായിരുന്നേ, കൊച്ചു പയ്യനായിരുന്നു. അവനും അമ്മയും സഹോദരനോട് വന്ന വഴിക്ക് ഫ്രണ്ടിൽ പോയൊരു വണ്ടിക്കിട്ട് തട്ടി. ഭയങ്കര ട്രാഫിക്കാണ് ഗൈസ്. കോട്ടയം ഒരു സമയം കഴിഞ്ഞാൽ ഫുള്ള് ഭയങ്കര ട്രാഫിക്കാണ്, ഭയങ്കര ബ്ലോക്കാണ്. അപ്പം എന്തോ തിരക്ക് പിടിച്ച് എങ്ങനെയോ വന്ന് ഒന്ന് ഇടിച്ചു. പോലീസൊക്കെ സ്പോട്ടിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ തീരുമാനമാക്കി വിട്ടു. പിന്നെ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങാൻ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നിട്ട് നമ്മുടെ പേരയ്ക്കാക്കുട്ടനെ ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് മാങ്ങ കഴിക്കുന്ന പോലെ ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് വന്നേക്കുമല്ലോ. ഇത് പണ്ട് മുതൽ കഴിക്കുന്നതാണ്, പക്ഷെ ഞാനിപ്പോഴാണിത് ഇങ്ങനെ പേരയ്ക്ക ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പം അതൊന്ന്
പരീക്ഷിച്ച് നോക്കാമെന്ന് വെച്ചിട്ട് ടേസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് എടുക്കുകയാണ്. കൊള്ളായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഇവിടുത്തെ പേരയ്ക്കയല്ല, അകത്തിങ്ങനെ വൈറ്റ് കളർ ഇത് വരുന്നത് പുറത്തുനിന്ന് വരുന്ന പേരയ്ക്കയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ട് ഒരു ബിരിയാണി വെക്കാമെന്ന് വെച്ചു. അതാകുമ്പോൾ പെട്ടെന്ന് റെഡിയായി. കുക്കർ ബിരിയാണി ഇപ്പം അതാകുമ്പോൾ പെട്ടെന്ന് റെഡി ആകുമല്ലോ. അങ്ങനെ അതൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ കുറച്ച് വൈകിയായിരുന്നു. അങ്ങനെ പിന്നെ ഇത് ആകുമ്പോൾ പെട്ടെന്നെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അവർക്ക് അത് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് ഞാനൊരു ഓംപ്ലേറ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഡയറ്റാണ്, പ്രത്യേകം ഓർമ്മിപ്പിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം.